ഇന്ന് 6 മണിയാവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഒരു കിഡിലൻ സോങ് എന്ന് വരുന്നുള്ള ഒരു കാര്യം 2 ദിവസം മുന്നേ തന്നെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കാര്യം, കഴിഞ്ഞ മുന്നത്തെ ദിവസം ഈ മുണിക്ക എന്ന് പറയുന്ന സോങ്ങിന്റെ റിലീസ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞ സമയത്ത് ഫസ്റ്റ് പ്രാവശ്യം ഈ സോങ്ങിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടായിരുന്നു തോന്നിയായിരുന്നേ. പടം കയ്യിൽ നിന്ന് പോയോ എന്നൊക്കെ ചിന്തിച്ചായിരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയൊരു പാട്ടിനെ ഇന്ന് നല്ലൊരു വൈബാന്ന് തോന്നിപ്പിച്ചൊരു മൂഡിലോട്ട് ഈ പാട്ടിനെ എത്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ പ്രോപ്പർ എൽസിയു ഫാക്ടർ കൊണ്ടുവന്നേക്കുന്ന ഒരു സംഭവം. പാട്ട് മോണിക്ക എന്ന് പറയുന്ന പാട്ടാണെങ്കിലും പടത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് നല്ല അരികൊല പരിപാടിയാണെന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. കേക്കിന്റെ മുകളിൽ കത്തി വെക്കുന്ന ഒരു ഷോട്ട് ലോകേഷ് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ പടം അത്ര അങ്ങ് നിസ്സാര പടമല്ല, നല്ല കീഡിലോസ്കി ലോകേഷ് വൈബ് വന്നിരിക്കുന്ന ഒരു അടിപൊളി പടമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് മോണിക്കയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. നാഗാർജുനയുടെ കൂടെയുള്ള ഒരു സോങ് ആണെന്നുള്ളൊരു കാര്യമൊക്കെ മുൻപേ തന്നെ അപ്ഡേറ്റ് വന്നിരിക്കുന്ന സമയത്തും എവിടെയാണ് ഈ നാഗാർജുന എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം കൂടി ഈ ഒരു പാട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൗബിനെ കുറിച്ചും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം സൗബിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ടൊണാൾഡാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ലോകേഷ് കനകരാജ് പടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകേഷിന്റെ പടങ്ങൾ പൊതുവെ പാട്ടുകൾ ഉണ്ടാവാറില്ല എന്നുള്ളൊരു കാര്യമാണ്. പാട്ടുകൾ ഉണ്ടാവും, പക്ഷെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ അങ്ങനെ റൈറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ നാറടി എന്ന് പറയുന്ന സോങ് വന്നു, ഈ പറയുന്ന ട്രെൻഡാകെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി കളഞ്ഞു. ഇന്നലെ ചിക്കിട്ട് വൈബിന് ശേഷം ഒരു പുതിയൊരു പാട്ട് വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്ന സമയത്ത് മോണിക്ക എന്ന് പറയുന്ന ഒരു പാട്ട്, ആ ഒരു പേരിനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം മോണിക്ക ബെലൂസി എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ദ മോസ്റ്റ് ഗോർജിയസ് ലേഡി എന്ന് പറയാൻ പറ്റൂലേ. നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയിലോട്ട് കിടക്കാം. കാരണം ഡീകോഡിംഗ് ആണല്ലോ നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഡീകോഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. ഇതൊക്കെ ഒരു രസമാണ് എന്നുള്ളത് കൂട്ടിയാൽ മതി. എനിവേസ്, ഈ ഒരു പാട്ടിന്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ഷിപ്പിനകത്താണ്. ആസ് യൂഷ്വൽ കൂലി എന്ന് പറയുന്ന സിനിമയുടെ തീം പോലെ തന്നെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു കണ്ടെയ്നർ ഷിപ്പിനകത്ത് വരുന്ന പല സാധനങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം ഈ കണ്ടെയ്നർ ഷിപ്പിനകത്ത് വന്നേക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വന്നേക്കുന്ന ഒരു ഇറക്കുമതി എന്ന് പറയുന്നത് മോണിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു തീം ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ 11ാമത്തെ സെക്കൻഡിൽ 0.11 എന്ന് പറയുന്ന സെക്കൻഡിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കേക്ക് ആണെന്ന് കാണാൻ സാധിക്കുന്നത്, 3 നിലയുള്ള ഒരു കേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പാർട്ടി മൂഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഷിപ്പിന്റെ അകത്തുള്ള ഒരു പാർട്ടി മൂഡാണ്. പക്ഷേ ഇതിന്റെ മുകളിൽ വെച്ചേക്കുന്ന ആ ഒരു കത്തിയുടെ ആ ഒരു ഷോട്ട് കാണുന്ന സമയത്ത്, ബ്ലഡ് ഒക്കെ ഉള്ള ആ ഒരു കത്തിയുടെ ഷോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് റോളക്സിന്റെ തന്നെയായിരുന്നു. കാരണം ആ ഒരു കത്തി ഇങ്ങനെ വെട്ടി പോലത്തെ ഐറ്റം ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്ന ആ ഒരു പരിപാടി. മോണിക്ക എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കുറച്ച് നാൾ മുമ്പ് വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ പാട്ടിനകത്ത് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നാഗാർജുന ആയിരിക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാഗാർജുനയുടെ ഒപ്പം പൂജ ഹെഡ്ജിന്റെ ഒരു ഡാൻസ് കോംബോ ആയിട്ട് ഒരു സോങ് ആയിരിക്കും വരാന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞായിരുന്നേ. എന്നാൽ ഈ സോങ്ങിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നാഗാർജുനനെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷേ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഈ ഒരു കത്തിയുടെ ഒരു സീൻ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലഡ് ഷെഡോട് കൂടിയിട്ടുള്ള ഒരു കത്തിയുടെ ഒരു രംഗം കാണുന്ന സമയത്ത് കുറച്ച് നാൾ മുമ്പ് വന്നേക്കുന്ന ഒരു ലീക്ഡ് വീഡിയോ ഞാൻ ഇന്ന് ഓർക്കാണ്. അതിനകത്ത് നാഗാർജുനയുടെ കഥാപാത്രം ഒരാളെ ഇങ്ങനെ കഴുത്തിങ്ങനെ അറക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു അന്ന് ലീക്കായിട്ട് വന്നായിരുന്നത്. സോ ഈ കാണുന്ന നമ്മുടെ റോളക്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കത്തിയുടെ സീക്വൻസ് കാണിച്ചേക്കുന്ന ഈ ഒരു ഷോട്ട്, ഇത് ശരിക്കും നാഗാർജുന ഉള്ള സമയത്തുള്ള ഒരു ഷോട്ടാണ്. സോ നാഗാർജുന ഉള്ള സമയത്ത് അവിടെ നടക്കുന്ന ഒരു പാർട്ടി മൂഡാണ് ശരിക്കും ഈ ഒരു മോണിക്ക എന്ന് പറയുന്ന ഒരു സോങ്ങിന്റെ ഒരു മൂഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗബിന്റെ കൂടെയുള്ള 1-2 ക്യാരക്ടേഴ്സിനെ കൂടി റിവീൽ ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യം ഇത്ര നാള് സൗബിനെ മാത്രമാണ് റിവീൽ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2-3 ക്യാരക്ടേഴ്സിനെ കൂടി ഇവിടെ റിവീൽ ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ പല LCU സിനിമകളിലും വന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ഈ മച്ചാനൊക്കെ സൗബിന്റെ കൂടെ വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പക്കാ വില്ലന്മാരനെയാണ്. അപ്പോൾ സൗബിൻ എന്ന് പറയുന്നതും ആ പോർട്ടിൽ വർക്ക് ചെയ്യുന്ന വില്ലന് വേണ്ടി ജോലി ചെയ്യുന്ന വില്ലന്റെ ആളായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാനായിട്ടുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. ആ ടീമിന് അവിടെയുള്ള ആ ലോക്കൽ ഗ്യാങ്ങിനെ ലീഡ് ചെയ്യുന്ന ഒരു ലോക്കൽ ലീഡറാണ് ശരിക്കും സൗബിന്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കുറച്ച് നാൾ മുമ്പ് വന്നേക്കുന്ന ആ ഒരു സ്പീക്കർ പോലത്തെ ഒരു ഐറ്റം വെച്ചുകൊണ്ട് നടന്നു പോകുന്ന ഷോട്ടിനകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതോറിറ്റി ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് സൗബിന്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യം അറിയായിരുന്നു. സോ ആ പോർട്ടിലുള്ള ലോക്കൽസിനെ
ലോക്കൽ ഗുണ്ടകളുടെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്മഗ്ലേഴ്സിന്റെ ഒരു നേതാവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ സൗബിന്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടെയുള്ള രണ്ടുപേരും പ്രധാനപ്പെട്ട വില്ലൻ വേഷങ്ങൾ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. സോ ഇത് നടക്കുന്നത് ഒരു പാർട്ടി മൂഡാണ്, അതായത് ഷിപ്പിന്റെ അകത്തുള്ള ആൾക്കാർ കൂടി ഉണ്ട്, അതുപോലെ തന്നെ ഈ പോർട്ടിനകത്തുള്ള ആൾക്കാർ കൂടി ഉണ്ട്. എനിവേസ് ഈ പാട്ടിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊണിക്കയുടെ ഒരു പാട്ടാണെങ്കിൽ പോലും ഇതിനകത്ത് സൗബിന്റെ പെർഫോമൻസ് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. കാരണം സൗബിൻ തകർത്തിട്ടുണ്ട്, സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും ഈ ഗ്ലിംസിനകത്ത് തന്നെ സൗബിന് ഡാൻസ് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് അറിയാവുന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ സൗബിന്റെ മറ്റേ പ്രേമം എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് മറ്റേ ഇങ്ങനെ കാണിച്ചുകൊണ്ടുന്ന ഒരാള് ഇപ്പൊ ഈ കാണിക്കുന്ന ഡാൻസ് ഒക്കെ കൂടി കാണുമ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റ്, പുള്ളി ഓൾറെഡി ഡാൻസറാണ്, അത് വേറെ കാര്യം. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്യാരക്ടറിന്റെ ഡിഫറൻസ് ആണ്. അടിപൊളിയായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഈ പാട്ടിന്റെ പ്രോപ്പർ വൈബിനെ പിടിക്കുന്ന തരത്തിൽ തന്നെയാണ് പുള്ളി ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ ഒരേ സമയത്ത് തന്നെ ഭയങ്കര എൻജോയബിൾ ആയിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും ഇയാൾ ഒരു പക്ഷേ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് സൗബിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അത്ര അടിപൊളിയായിട്ടാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ആൻഡ് ഗിരീഷ് ഗംഗാധരനാണ് ഇതിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഐ മീൻ ഈ സിനിമയുടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഗിരീഷ് ഗംഗാധരൻ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്കൊരു വിക്രമിന്റെ ഒരു മണം അടിച്ചായിരുന്നു. അപ്പോൾ വിക്രമിന്റെ ആ ഒരു പരിപാടി പോലെ തന്നെ ഒരു കിട്ടിലൻ സംഭവം തന്നെയായിരിക്കും ഇതിനകത്ത് അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ, ചീട്ടുകളി മുതൽ പലതരം പരിപാടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളമടിയുണ്ട്, ചീട്ടുകളിയുണ്ട്, ഇങ്ങനെ ഒരു പ്രോപ്പർ ഒരു പക്ക ഫൺ മൂഡിലാണ് ഈ ഒരു പാട്ട് ഇവർ സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ. ആൻഡ് സാൻഡി മാസ്റ്റർ ആണ് ഈ സിനിമയുടെ കൊറിയോഗ്രാഫി. നമുക്കറിയാം മറ്റേ ചിക്കിട്ട് വൈബ് വന്നിരിക്കുന്ന സമയത്ത് സാൻഡി മാസ്റ്ററിന്റെ ഒരു ഡാൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു. സോ സാൻഡി തന്നെയാണ് ഇതിനെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. എനിവേസ് ഈ ലോകേഷ് പടങ്ങളുടെ പാട്ടുകൾ വരുന്ന സമയത്ത് അതിന്റെ മൂഡ് ടോട്ടലി വേറെ ഡിഫറെന്റ് ആണ്. അതായത് അനിരുദ്ധിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്കുകൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചില പാട്ടുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെ വേറൊരു മൂഡിൽ വന്നേക്കുന്ന ഒരു പാട്ടാണ്. ചിക്കിട്ട് വൈബിന്റെ ആക്ച്വലി ഒറിജിനൽ വേർഷൻ, ഐ മീൻ ഫസ്റ്റ് വന്നേക്കുന്ന സാധനത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ശേഷം വന്നേക്കുന്ന പ്രോപ്പർ സോങ് എന്ന് പറയുന്ന ആ ഒരു വൈബാന്നൊക്കെ പറയാൻ പറ്റില്ല. കുറച്ചും കൂടി സ്ലോ പോർഷനിലാണ് ആ ഒരു പാട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇത് വേറൊരു മൂഡ്, ശരിക്കും ആ ഒരു മോണിക്ക ബെല്ലൂസിയുടെ ആ ഒരു വൈബ് തരുന്ന ആ ഒരു പരിപാടി തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അനിരുദ്ധിന്റെ ആ ഒരു മ്യൂസിക് കമ്പോസിഷൻ എടുത്ത് പറയേണ്ടി പറ്റില്ല. കാരണം ഓരോ പാട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി തീർന്നു, അനിരുദ്ധ് തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ അനിരുദ്ധ അടുത്ത സാധനം ഇറക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും പുതിയൊരു ക്ലിപ്സ് വരുന്ന സമയത്ത് ഓക്കെ പാട്ട് പോരല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ ഒന്ന് രണ്ട് വട്ടം നമ്മൾ വീണ്ടും കേൾക്കുന്തോറും ആ പാട്ട് നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. എനിക്ക് അതിനെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഈ പാട്ട് ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ 1.52 സെക്കൻഡ്സ് തൊട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ മോണിക്ക എന്ന് പറയുന്ന ഒരു ടൈറ്റിലിനോട് നല്ലൊരു കിട്ടിലൻ വൈബായിട്ട് തോന്നിക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ് ആയിട്ട് മാറി കേട്ടോ. കാരണം ഇത് ഉറപ്പാണ്, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇതൊരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറുകയും ചെയ്യും. എനിവേസ് ബോളിവുഡിന് കിയാര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പൂജ ഹെഡ്ജ് ഉണ്ട്. ഒരു നോർത്ത് സൈഡിന് പിടിക്കാനുള്ള ഒരു ട്രെൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് പൂജ ഹെഡ്ജിനോട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ഹലമതി ഹബീബു എന്ന് പറയുന്ന പാട്ടിന് ശേഷം, കന്നിമ എന്ന് പറയുന്ന പാട്ടിന് ശേഷം ആ ഒരു ഗോർജിയസ് ഫീൽ കൊണ്ടുവന്നേക്കുന്ന ആ ഒരു ഓറ കൊണ്ടുവന്നേക്കുന്ന ഒരു ഡാൻസ് തന്നെയായിരുന്നു ശരിക്കും പൂജ ഹെഡ്ജിന്റെ ഈ സിനിമയിലുള്ള ഈ സോങ്ങിനകത്തുള്ള ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. മൊത്തത്തിൽ ക്യാരക്ടർ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. എനിവേസ് പാട്ട് നിങ്ങൾ കേട്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ആ 14 സെക്കൻഡിൽ ആ ഒരു കത്തിയുടെ പോർഷൻ കണ്ട സമയത്ത് തന്നെ, ആ ഒരു വെട്ടുകത്തിയുടെ ആ ഒരു പോർഷൻ കണ്ട സമയത്ത് തന്നെ നമ്മുടെ റോളക്സ് വൈബ് കിട്ടി. ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതും കേക്കിന്റെ മുകളിൽ ബ്ലഡ് ഷെഡ് ഉള്ള ഒരു കത്തി കയറ്റി വെച്ചേക്കുന്ന സമയത്ത് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാമല്ലോ. പാർട്ടി മൂഡിൽ പോലും ഇവിടെ കൊല കൂടാണെന്നാണ് എനിക്ക് തോന്നിയത്. എനിവേസ് എന്താണ് ഈ പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു നാൾസ് ബൈ സൈനിങ് ഔട്ട്. ബൈ.